വെൽക്കം ബാക്ക് ടു AR ട്രാവലാണ്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞിപ്പള്ളി മുതൽ കൈനാട്ടി വരെയുള്ള ദേശീയപാതയിലെ പുതിയ മാറ്റങ്ങളാണ്. നല്ല രീതിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വാഗാട് ഒരുപാട് മണ്ണൊക്കെ നമ്മുടെ വടകര മേമുണ്ട ഭാഗത്തുനിന്നൊക്കെ മണ്ണടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മണ്ണടിച്ചതിൻ്റെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞിപ്പള്ളിയിലൊക്കെ. അപ്പോൾ അതിൻ്റെ പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അപ്ഡേഷൻ ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോസിനൊക്കെ കുറച്ച് എണ്ണൊക്കെ കുറച്ചിട്ടുണ്ട്. മറ്റൊന്ന് ജോലി തിരക്ക്, പിന്നെ അതേപോലെ തന്നെ വീടിൻ്റെ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തിരക്ക് കാരണമാണ് നമ്മൾ വീഡിയോസിൻ്റെ എണ്ണം കുറച്ചത്. അപ്പം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസിൻ്റെ എണ്ണം പഴയതുപോലെ വീണ്ടും ക്രമാതീതമായി വർദ്ധിപ്പിക്കുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ അധികം വലിച്ചിടില്ല, നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നല്ല സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ആരംഭിക്കുന്നത് കുഞ്ഞിപ്പള്ളി ഭാഗത്തുനിന്നും നേരെ കൈനാട്ടി ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത്. ഈ ഒരു പ്രദേശം കുഞ്ഞിപ്പള്ളി തുടങ്ങുന്ന ഈ ഒരു പ്രദേശത്ത് നേരത്തെ താറങ്ങി കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് RE പാനലുകളൊക്കെ ഇവിടെ നിരത്തിയിട്ടത് കാണാൻ സാധിക്കും. അപ്പോൾ കുഞ്ഞിപ്പള്ളി പള്ളിയുടെ തൊട്ട് മുന്നേയുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയാണ് അണ്ടർ പാസേജ് ഉള്ളത്. അണ്ടർ പാസേജിന് തൊട്ട് മുന്നേയുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വൺ സൈഡിൽ മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്തു. അതിൻ്റെ മുകളിൽ താറങ്ങി, അടുത്ത സൈഡിൽ ഓൾറെഡി മണ്ണ് അടിച്ച് ലെവൽ ചെയ്തു. അതിനിടയിൽ ഒരുപാട് വാഹനങ്ങൾ, നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ, അതേപോലെ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ ഈ ഭാഗത്ത് നിർത്തിയത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ അണ്ടർ പാസേജിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ നല്ല രീതിയിൽ മണ്ണടിച്ചത്. നമ്മൾ വടകര മേമുണ്ട മീൻകണ്ടി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഉള്ള ഒരു വലിയൊരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള മണ്ണൊക്കെ മേജറായിട്ടുള്ള മണ്ണും ഈ ഒരു ഭാഗത്തേക്കാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ അണ്ടർ പാസേജ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ അണ്ടർ പാസേജിന് തൊട്ട് മുന്നേ ഒരു ചെറിയ ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു അണ്ടർ പാസേജ് പോലെയുള്ള ഒരു കാൽനട പാത അനുവദിക്കണമെന്നുള്ള പറഞ്ഞുകൊണ്ട് ഒരുപാട് സമരമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ സമരമൊന്നും എവിടെയും എത്തിയിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ ആ ഒരു വിഷയത്തിൽ സമരം ചെയ്തപ്പോൾ ഇവിടെയുള്ള മറ്റുള്ള ആളുകൾ, രാഷ്ട്രീയ പാർട്ടിയുടെ മറ്റുള്ള ആളുകളൊന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ കാര്യം തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ അവിടെ അണ്ടർ പാസേജിന് തൊട്ട് മുന്നേ ഒരു ചെറിയൊരു നടപ്പാത ലഭിക്കാതെ പോയത്. മുക്കാളിയിൽ അതേ അവസരത്തിൽ നടപ്പാത ലഭിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ അതേപോലെ തന്നെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ടോൾ ബൂത്താണ്. പുതിയ ടോൾ ബൂത്തിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാഹിയിൽ നിലവിലുള്ള ഒരു ടോൾ ബൂത്തുണ്ട്, ചൊക്കളി ഭാഗത്തുള്ള ആ ടോൾ ബൂത്ത് എടുത്ത് ഒഴിവാക്കി ഈ ഒരു ടോൾ ബൂത്താണ് ഈ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരിക. അപ്പം നമ്മളെ വാഗാട് അല്ലെങ്കിൽ നമ്മൾ അദാനിക്ക് കുഞ്ഞിപ്പള്ളി മുതൽ വെങ്ങളം വരെയുള്ള റീച്ച് ലഭിച്ചതിൽ ആദ്യത്തെ ഒരു പ്രദേശമാണിത്. ഇവിടെയാണ് വളരെ സത്യം പറയുകയാണെങ്കിൽ വടകരയിൽ നിന്ന് കുഞ്ഞിപ്പള്ളി എടുത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു മണിക്കൂറുകളോളം നീണ്ടിട്ടുള്ള ഒരു യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. കാരണം റോഡിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ടാണ്. അതേ അവസരത്തിൽ വർക്ക് നടക്കാത്ത പ്രദേശത്ത് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മുടെ നാദാവ് റോഡ് ആ പ്രദേശങ്ങളിൽ വലിയ ട്രാഫിക് ബ്ലോക്കൊന്നുമില്ല. അപ്പം വർക്ക് നടക്കുന്നുണ്ടെങ്കിലും വളരെ മന്ദഗതിയിൽ നടക്കുന്നത് കൊണ്ടാണ് അത്രയും വലിയ ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഈ ഒരു മാസം കുറച്ചുകൂടി വർക്ക് ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇതാണ് മുക്കാളി. അപ്പോൾ മുക്കാളിയിൽ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്തു പോകാൻ ഒരു നടപ്പാത അനുവദിച്ചിട്ടുണ്ട്. ആ നടപ്പാതയും അത്ര ശാസ്ത്രീയമായ രീതിയിലൊന്നല്ല നിർമ്മിച്ചത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. ആ നടപ്പാത ഇവിടെയുള്ള ആളുകൾ കൃത്യമായി അതിനു വേണ്ടി മുറവിളി കൂട്ടിയത് കൊണ്ട് കിട്ടിയതാണ്. സത്യത്തിൽ നടപ്പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിപ്പള്ളി പോലെയുള്ള ടൗണുകളിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം വലിയ ടൗണാണ്. അപ്പോൾ അത്തരം ടൗണുകളിൽ ആളുകൾക്ക് അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു അണ്ടർ പാസേജിൻ്റെ അടിയിലൂടെ അത്രയും ദൂരം നടന്നുകൊണ്ട് പ്രായമുള്ള ആളുകൾക്കൊക്കെ നടന്നു പോകാമെന്ന് വെച്ചാൽ വലിയൊരു പ്രയാസമാണ്. അപ്പോൾ ഒരു അണ്ടർ പാസേജിന് ചേർന്ന് തന്നെ ഒരു നടപ്പാത കൊടുക്കുക എന്ന് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഓൾറെഡി അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണ് അടിച്ച് ഉയർത്തിക്കൊണ്ടാണ് പോകുന്നത്. ആ ഉയർത്തിക്കൊണ്ട് പോകുന്ന പ്രദേശത്ത് ഒരു അണ്ടർ പാസേജ് സ്വാഭാവികമായിട്ടും കൊടുക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ അത് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ മുക്കാളി കഴിഞ്ഞിപ്പോൾ ഉള്ളത് മീത്തലെ മുക്കാളി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാം. മീത്തലെ മുക്കാളി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി പിക്കപ്പ് വാനിനകത്ത് ആളുകൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് മത്സ്യബന്ധന തൊഴിലാളികളെ നമുക്കതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മീത്തലെ മുക്കാൾ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഒരുപാട് മണ്ണൊക്കെ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കും ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മീത്തലെ മുക്കാളി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നമ്മൾ നേരത്തെ സോയിൽ നെയിലിംഗ് ചെയ്ത പ്രദേശങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞതായിരുന്നു. റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഉയർന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. പഴയ ദേശീയപാത ഇത്രയും ഉയർന്നിട്ടായിരുന്നുണ്ടായിരുന്നു. അത് ഇടിച്ച് താഴ്ത്തി മീത്തലെ മുക്കാളിയെ താഴെ മുക്കാളിയാക്കി വാഗാട് മാറ്റിയതാണ്. അപ്പോൾ അതിനുശേഷമാണ് സോയിൽ നെയിൽ ചെയ്തത്. ആ സോയിൽ നെയിൽ ചെയ്ത പ്രദേശമാണ്
അപ്പോൾ കഴിഞ്ഞ മഴയത്തൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വന്നത്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ടും ഈ ഇടിഞ്ഞ് പൊളിഞ്ഞ പ്രദേശം വാഗാട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. കാരണം പൊളിഞ്ഞ പ്രദേശങ്ങളൊന്നും പുനഃസ്ഥാപിക്കാൻ ഒരു പ്രവർത്തനം നടത്തില്ല. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് വീടുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ആ വീടുകളിലെ ആളുകളൊക്കെ കുറച്ച് പ്രയാസത്തിലാണ്. ഒരു അടുത്ത മഴയൊക്കെ വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പ്രതിസന്ധിയിലാകുമോ, ഞങ്ങളെ വീടിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു സ്ഥലമൊക്കെ ഇടിഞ്ഞ് താഴോട്ടേക്ക് പോകുമോ എന്നുള്ള ചെറിയ ആശങ്കയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ആശങ്കയൊക്കെ വാഗാടിന് മാറ്റിക്കൊടുക്കാനോ അല്ലെങ്കിൽ അതുമായി ജനങ്ങളുടെ ആശങ്ക മാറ്റിക്കൊടുക്കാൻ ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അടുത്ത ജൂൺ മാസത്തോട് അടുക്കാറായി. പക്ഷേ അതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് മുക്കാളി കഴിഞ്ഞ് നമ്മൾ കണ്ണൂക്കര ഭാഗത്തേക്കാണ് സഞ്ചരിച്ചുകൊണ്ട്. കണ്ണൂക്കര ഭാഗത്തും റോഡൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ അല്ലായിരുന്നു പോരുന്നത്. അപ്പോൾ കണ്ണൂക്കര ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങൾ ഈ ഒരു സൈഡിലും സർവീസ് റോഡിലൂടെ പോകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കുറച്ചൊക്കെ മണ്ണടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഈ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അണ്ടർ പാസേജിൻ്റെ 6 വരിയുടെയും കോൺക്രീറ്റിങ് കഴിഞ്ഞതാണ്. ഇനി മണ്ണടിച്ച് ഉയർത്താനുള്ള വർക്കാണ് നടക്കാനുള്ളത്. അപ്പം ഇതാണ് നമ്മൾ കണ്ണൂക്കര ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. ഇവിടെയും ഒരുപാട് വർക്ക് നടക്കാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മടപ്പള്ളി കോളേജ്, മടപ്പള്ളിയുടെ ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ ദേശീയപാത അതേപോലെ നിലനിർത്തിയ ഒരു പ്രദേശമാണ് മടപ്പള്ളി. ആ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് റോഡ് ഡൈവേർഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇല്ല എന്ന് തന്നെ നമുക്ക് ഒരു പക്ഷേ പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മളെ കണ്ണൂക്കര ഭാഗത്തു നിന്നുള്ള കണ്ണൂക്കര ഭാഗത്ത്. പിന്നെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് എത്തുമ്പോൾ നല്ല രീതിയിലുള്ള ടേണിംഗ് ആണ്. ഈ ഒരു ടേണിങ്ങും ഒരു പരിധിവരെ നമ്മുടെ NHIയുടെ ആ ഒരു അലൈൻമെൻറ്റിനകത്ത് പരമാവധി നിവർത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ടേണിങ്ങുകൾ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതേപോലെ ഈ ഭാഗത്തൊക്കെ താറിങ് കഴിഞ്ഞതാണ്. 6 വരിയുടെയും താറിങ് കഴിഞ്ഞതാണെങ്കിലും 3 വരിയിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ക്രാഷ് ബാരിയറുകളാണ്. അവിടെ ക്രാഷ് ബാരിയർ ഇടം പിടിച്ച ഒരു കാഴ്ചയാണ്. ഇരു സൈഡിലൂടെയും വാഹനങ്ങൾ പോകേണ്ട വാഹനങ്ങൾ നമ്മുടെ 3 വരിയിലൂടെയാണ് ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്കും കോഴിക്കോടേക്ക് ഭാഗത്തേക്കൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഈ ഒരു ഭാഗത്തും ചെറിയ രീതിയിലുള്ള അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കും. നേരത്തെ ഈ ഒരു പ്രദേശത്ത് അലൈൻമെൻറ്റ് ചെയ്ത് അതേപോലെ സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്ത പ്രദേശമായിരുന്നു. ഈ സോയിൽ നെയിലിംഗ് ചെയ്ത ഈ ഒരു പ്രദേശവും കുറേയൊക്കെ ഇടിഞ്ഞ് താഴെ പോയിട്ടുണ്ട്. ഇവിടെയും സോയിൽ നെയിലിംഗ് വാഗാട് നടത്തിയത് വലിയ പരാജയം തന്നെയാണ് എന്ന് നമുക്കൊരു പക്ഷേ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ഇരു സൈഡിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇതാണ് നമ്മളെ മടപ്പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ആ ഒരു പ്രദേശത്തുള്ള അവസ്ഥ. ഇനി നേരെ നമ്മൾ മടപ്പള്ളി കോളേജ് അതേപോലെ തന്നെ മാരുതിയുടെ സർവീസ് സെൻറ്റർ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. മടപ്പള്ളി അതേപോലെ നാദാപുരം റോഡ് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും 3 വരിയുടെ താറിങ് കഴിഞ്ഞ് 3 വരിയുടെ അലൈൻമെൻറ്റ് പൂർത്തിയായിട്ടില്ല. സൈഡ് വാള് കുറച്ച് ഭാഗത്തൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മടപ്പള്ളി കോളേജിൻ്റെ ആ ഒരു ഭാഗത്ത് അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സമരം ചെയ്തിരുന്നു. ഒടുവിൽ ഇവിടെയും അണ്ടർ പാസേജ് സാങ്ഷനായിരിക്കുന്നു. ആ അണ്ടർ പാസേജിൻ്റെ 3 വരിയുടെ ഗ്രൗണ്ട് ലെവൽ ചെയ്തുകൊണ്ട് കോൺക്രീറ്റിങ് ചെയ്തൊരു കാഴ്ചയാണ്. അപ്പോൾ അതിനിടയിൽ മടപ്പള്ളി കോളേജ് കാണുന്നുണ്ടോ എന്ന് ജസ്റ്റ് നമ്മൾ പോകുന്ന വഴിയിലൊന്ന് നോക്കിയതാണ്. പക്ഷേ കോളേജ് കാണുന്നില്ല. അപ്പം നേരെ നാദാപുരം റോഡ് ഭാഗത്തേക്ക് യാത്രയാണ്. അപ്പോൾ ഈ മടപ്പള്ളി കോളേജ് കഴിഞ്ഞ് ആ ഒരു അണ്ടർ പാസേജിന് വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നത് ഇവിടെ വർക്ക് കുറച്ച് സ്ലോ ആയി കിടക്കുന്നു. ഇപ്പോൾ എന്തായാലും അണ്ടർ പാസേജിൻ്റെ വർക്ക് തുടങ്ങിയതോടുകൂടി അതിന് ശേഷമുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള സൈഡ് വാൾ കോൺക്രീറ്റ് വാളൊക്കെ നിർമ്മിച്ചതാണ്. ലെഫ്റ്റ് സൈഡിൽ ആ ഒരു വൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണമാണ് ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നാദാപുരം റോഡാണ്. നാദാപുരം റോഡ് സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവുമില്ലാതെ പഴയ ദേശീയപാത അതേ രീതിയിൽ തുടർന്നു പോയിരുന്ന ഒരു പ്രദേശമായിരുന്നു. വാഗാട് കാര്യമായിട്ടുള്ള വർക്കൊന്നും എടുത്തില്ലായിരുന്നു. എന്നാൽ ഈ ഒരു പ്രദേശത്തും ഇപ്പം വാഗാട് വർക്ക് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം നമ്മുടെ നാദാപുരം റോഡുള്ള ULCCയുടെ ഓഫീസാണ് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ബിൽഡിങ്ങാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനോട് ചേർന്നുള്ള പ്രദേശത്തൊക്കെ ചെറിയ രീതിയിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ഡ്രൈനേജിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ നാദാപുരം റോഡിൽ നിന്ന് നല്ല ട്രാഫിക് ബ്ലോക്കുള്ള ഒരു പ്രദേശമായിട്ട് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ട്രാഫിക് ഡൈവേർഷൻ ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുണ്ട്. സർവീസ് റോഡിലൂടെ
വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെയും ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള ഇരു സൈഡിലെ ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ ഒക്കെ നിർമ്മാണത്തിനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കമ്പിയൊക്കെ കിട്ടാനുള്ള ഒരു പ്രവർത്തനമാണ് വാഗാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഗാട് ഇപ്പം കുറച്ച് നമ്മൾ കുഞ്ഞിപ്പള്ളി കൈനാട്ടി ഭാഗത്ത് കഴിഞ്ഞ ഒരു മാസമായിട്ട് അല്ലെങ്കിൽ 2-3 ആഴ്ചയായിട്ട് അല്പം വർക്ക് എടുക്കുന്നുണ്ട് എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും. നാദാവ് റോഡിൽ നിന്നും നമ്മൾ നേരെ കൈനാട്ടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു സർവീസ് റോഡ് കണ്ടാറ്. സർവീസ് റോഡിലൂടെ ഇപ്പോൾ പുതിയ റോഡ് ഡൈവേർഷൻ ചെയ്താണ്. സർവീസ് റോഡ് നേരത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാഹനങ്ങൾ ഇതിനാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നിങ്ങളിവിടെ വാഹനം കണ്ടോ, വാഗാടിൻ്റെ ടോറസാണ്. ആ ടോറസ് ഇപ്പോൾ നമ്മൾ ആ ഒരു ഡ്രൈനേജിൻ്റെ സ്ലാബ്, പലയിടത്തും പൊട്ടിക്കിടക്കുന്ന ഡ്രൈനേജിൻ്റെ സ്ലാബ് ഉണ്ട്. ആ സ്ലാബ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. വാഗാടിൻ്റെ വണ്ടിയൊക്കെ വന്നുകൊണ്ട് പൊട്ടിക്കിടക്കുന്ന സ്ലാബൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നേരെ നമ്മൾ കൈനാട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ കുറച്ച് വർക്ക് നടന്നു. അതേപോലെ ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത്, സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ നേരത്തെ കാട് പിടിച്ച പ്രദേശമായിരുന്നു, വർക്ക് നടക്കാത്തത് കാരണം. അപ്പം വാഗാട് ഇവിടെയുള്ള കാടൊക്കെ കുറേയൊക്കെ വെട്ടിത്തെളിച്ച ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുത്തത് ഈ നവംബർ 18 വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക. അതിനകത്തുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പല ഓപ്ഷൻസും യൂട്യൂബ് പുതുതായിട്ട് ഒക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നേ പറയാനുള്ളത്. അപ്പോൾ നമ്മളെ കൈനാട്ടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൈനാട്ടി ഭാഗത്ത് ഇവിടെയൊക്കെ ഒരുപാട് മണ്ണ് കൊണ്ടുപോയി വാഗാട് അടിച്ചിട്ടുണ്ട്. മണ്ണൊക്കെ അടിച്ച് ഉയർത്താനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ കൈനാട്ടി ആ ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് മുന്നേയുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണൊക്കെ ഇവിടെ വാഗാട് അടിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കൈനാട്ടിയാണ് മാറ്റം വളരെ കുറഞ്ഞ മറ്റൊരു പ്രദേശം. അതായത് ഈ ഒരു ഫ്ലൈ ഓവർ തന്നെ ഏതാണ്ട് വർഷങ്ങളായി, 1-2 വർഷത്തിൻ്റെ മുകളിലായി. എന്നാലും ഇപ്പോഴും ഷട്ടറിങ് വർക്ക് പൂർണ്ണമായും കഴിയാതെ, അതേപോലെ തന്നെ അതിൻ്റെ വാളുകൾ നിർമ്മിക്കാതെ ഇപ്പോഴും വളരെ മന്ദഗതിയിൽ ഒച്ചി നീങ്ങുന്നത് പോലെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് വാഗാട് ഇപ്പോഴും ആ ഒരു മെല്ലെപ്പോക്ക് സമീപനം തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൈനാട്ടി ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ്. കൈനാട്ടി ഭാഗത്തും അതിഗുരുതരമായ ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ കുറേയൊക്കെ മണ്ണടിച്ചിട്ടുണ്ട്. ഇനിയും കുറേ മണ്ണൊക്കെ അടിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കൈനാട്ടി ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ട് നമ്മൾ ആയിട്ട് വരാം. വീഡിയോ കണ്ട എല്ലാ ആളുകളും താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.